കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നെ ഒരു തൈ നട്ട് അത് അതിനെ പരിപാലിച്ച് കൊണ്ടുവന്ന് അതിനകത്തുനിന്നൊരു കായ എടുക്കുമ്പോഴേ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഇതാണ് ഫുലാസാൻ. ഇത് കണ്ടില്ലേ? ഇതും നല്ല പന്തൽ പോലെ പടർന്ന് കിടക്കുകയാണ്. നിങ്ങളുടെ സ്ഥലത്തെ ഒരു തുള്ളി പോലും മണ്ണ് ചുമ്മാ കിടക്കരുത്. എല്ലായിടവും കൃഷി ചെയ്യുക. ഇതാണ് മക്കോട്ട കണ്ടോ? ഇതിനകത്ത് പിന്നെ കാ പിടിച്ച് കിടക്കുന്നത്. ഈ ഇഞ്ചിക്കൊരു പ്രത്യേകതയുണ്ട്. ചുമന്ന ഇഞ്ചിയാണ്. ഈ ഇഞ്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെങ്ങും ഇല്ല. അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയും കൃഷിയിടങ്ങളും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറേ ഫ്രൂട്ട്സ് പറിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. റംബുട്ടാനുണ്ട്, മംഗോസ്റ്റിനുണ്ട്, ഫുലാസാനുണ്ട്. അപ്പോൾ ഫുലാസാന് ഞാൻ പല വീട്ടിലും ചോദിച്ചിട്ടുണ്ട് ഫുലാസാനുണ്ടോ എന്ന്. അപ്പോൾ അവരൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഫുലാസാന് അതുപോലെ തന്നെ അഫിയു കുറേ ഫ്രൂട്ട്സുകൾ പിന്നെ തൈകളുണ്ട്. ഇവിടെ അഫിയു ഇതുവരെ പിടിച്ചിട്ടില്ല. ഇതിൻ്റെ എല്ലാം തൈ നല്ല സൂപ്പറായിട്ടുള്ള തൈ കിട്ടിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ വിഴിക്കത്തോടുള്ള ഹോം ഗ്രോണിന്നാണ്. അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് പറിച്ച് ഇവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പിന്നെ വീടും ഏരിയയും എല്ലാം. കണ്ടില്ലേ? ഞങ്ങളുടെ കിണർ കണ്ടോ? അത് എല്ലാവരും വരുമ്പം വലിയ ഉരുളിയാണല്ലോ ഇരിക്കുന്നതെന്ന് പറയും. ഇതിപ്പം 8-9 വർഷമായി എല്ലാം പെയിൻറ്റ് ചെയ്തിട്ട്. അപ്പം ഇനി പെയിൻ്റൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഫ്രൂട്ട്സിൻ്റെ തൈകൾ 2 വീതം മേടിക്കും. ഒരെണ്ണം പോയാലും ഒന്ന് നല്ലപോലെ പിടിക്കുമല്ലോ. അങ്ങനെ റംബുട്ടാൻ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ 3 കൊല്ലമായപ്പോഴേ നിറച്ച് കാ പിടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാണ് ഒരു റംബുട്ടാൻ. അപ്പോൾ വേറെ 2 വലുത് അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ എല്ലാം കായ പറിച്ച് കഴിഞ്ഞതാണ്. ഇതിപ്പം 5-6 ഉണ്ട്. ഇത് 3 കൊല്ലം ആയതേ ഉള്ളൂ. ഇപ്പം തന്നെ സീസൺ ആകുമ്പോഴത്തേന് നിറഞ്ഞ ഇതിനകത്ത് കായായിരുന്നു. ഈ കൊല്ലം കാലാവസ്ഥയുടെ ആയിരിക്കും ഇപ്പം അധികം ഒന്നും പിടിച്ചിട്ടില്ല. എന്നാലും ഞാനൊരു 4 കൊട്ട റംബുട്ടാൻ ഇതിനകത്തുനിന്ന് പറിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിയാന്നും എല്ലാം ഇതിനകത്തുനിന്ന് പറിച്ചു. കാരണം ഒന്ന് നല്ലപോലെ പഴുത്ത് വരുന്നതിന് മുമ്പേ തന്നെ അണ്ണാനെല്ലാം കൊണ്ടുപോവുക. അങ്ങനെ കുറച്ച് അണ്ണാന് വെച്ചിട്ട് ബാക്കിയെല്ലാം പറിച്ചിട്ടുണ്ട്. ഈ കൊല്ലമാണ് ഇതങ്ങ് ചെറുതായിപ്പോയി. കഴിഞ്ഞ വർഷം വളവും ഒന്നും ചെയ്തില്ലായിരുന്നു. അതിൻ്റെ ആയിരിക്കും. കേട്ടോ, ഇത് മലേഷ്യയിൽ നിന്ന് ഉള്ള വരവാണ്. നല്ല ഫ്ലഷ് ഉണ്ട്. കട്ടി കുറവാണ്. നമുക്ക് ഇങ്ങനെ പിച്ചിയെടുക്കാൻ പറ്റും. പക്ഷേ വേറെ ഒരു ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം. ഫുലാസാൻ. ഇതാണ് ഫുലാസാൻ. ഇത് കണ്ടില്ലേ? ഇതും നല്ല പന്തൽ പോലെ പടർന്ന് കിടക്കുകയാണ്. 2.5 വർഷം ആയപ്പോഴേ ഇതിനകത്ത് കാ പിടിച്ചു. പിന്നെ ഇത് റംബുട്ടാൻ്റെ സഹോദരനാന്ന് പറയാം. ഇതും കണ്ടില്ലേ? ഇതിനകത്തും മുള്ളുമൊക്കെ ഉണ്ട്. പക്ഷേ സ്വല്പം കൂടെ കട്ടിയുള്ളതാണ്. ഇത് കണ്ടില്ലേ? ഇത് നല്ല പഴുത്തയാണ്. ഇത് നല്ല റെഡ് കളറാണ്. മറ്റേത് കുറച്ചുകൂടെ ഇത് ഒക്കെ ഉണ്ട്, രോമം പോലെ. ഇതിനത്രയില്ല. ഇത് ഒരു ചക്ക മോഡലാണിത്. ഫുലാസാൻ എന്ന് പറഞ്ഞാൽ റംബുട്ടാനേക്കായി സ്വല്പം കൂടെ വലിപ്പമുള്ള കായാണ്. കണ്ടോ? റംബുട്ടാനേക്കായി വലിപ്പമുണ്ട് ഈ ഫുലാസാന്. നല്ല ഒരു വെറൈറ്റി ഫ്രൂട്ടാണ്. റംബുട്ടാനേക്കായി നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്ലഷ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കായാണേലും ഇതിൻ്റെ സീഡ് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ബദാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിന്. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നല്ലതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ തൈ മേടിച്ചതും ഹോം ഗ്രോണിൽ നിന്ന് തന്നെയാണ്. ഹോം ഗ്രോണിൽ നിന്ന് മേടിച്ച തൈകളെല്ലാം നല്ല
നല്ല ശക്തിയോടെ തന്നെ വളർന്നു വന്ന എന്തായാലും ഇത് 2.5 വർഷമായതേ ഉള്ളൂ ഇതിനകത്ത് കാ പിടിക്കാൻ. ഇത് ഞാൻ 2 ഉണ്ട്, അപ്പുറത്തും നട്ടിട്ടുണ്ട്, ഇവിടെയും ഉണ്ട്. ഈ കൊല്ലം കാലാവസ്ഥയുടെ ആയിരിക്കും. മറ്റേ അങ്ങ് കഴിഞ്ഞ വർഷം ഞാനൊരു 10 കൊട്ട പിടിച്ചായിരുന്നു. ഈ കൊല്ലം ഒരു 5 കൊട്ടയോളം പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇത് അച്ചാറിട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വേണമെങ്കിൽ പിന്നെ റംബുട്ടാനും അച്ചാറിടാം, ഞാൻ അച്ചാർ ഇട്ടിട്ടില്ല. പക്ഷെ ഇത് അച്ചാറിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഇപ്പോഴും കൂടി ഇരിപ്പുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് റംബുട്ടാൻ്റെ സീഡിനേക്കായി വലിയ സീഡാണിത്, കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, പിന്നെ കഴിക്കുവാണെങ്കിൽ ബദാമിൻ്റെ ടേസ്റ്റാണ്. കളയേണ്ട കാര്യമൊന്നുമില്ല, അത് കഴിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഈ ഫ്രൂട്ട്സ് എല്ലാം ഷുഗർ ഉള്ളവർക്കും എല്ലാം നല്ലതാണ്. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ കഴിച്ച പിന്നെ പുലാസാൻ്റെ സീഡാണിത്. അതുപോലെ തന്നെ റംബുട്ടാൻ്റെ ഇരട്ടിയുണ്ട് ഇത്. അപ്പം ഞാൻ 2 ഫ്രൂട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി അടുത്ത എന്താന്ന് നോക്കിക്കേ, ഞാൻ കാണിച്ചു തരാം. അത് ഷുഗറുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ്. അത് ഫ്രൂട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് എല്ലാവരും പറിച്ച് തിന്നാറുണ്ട്, അന്നേരമേ എടുത്ത് കളയുകയും ചെയ്യും. ഇതാണ് മക്കോട്ട ദേവ, കണ്ടോ? ഇതിനകത്ത് പിന്നെ കാ പിടിച്ച് കിടക്കുന്നത്, താഴെ പഴുത്ത് വീണിട്ടുണ്ട്. ഉണ്ടോ? ഇത് കണ്ടില്ലേ, ഇതാണ് മക്കോട്ട ദേവയുടെ പഴം, ദൈവത്തിൻ്റെ പഴം എന്നൊക്കെ പറയും. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടായിരുന്നു. ഈ മരത്തേൽ നല്ല പഴുത്ത് നിറഞ്ഞ കായായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ വരുമ്പോഴേ പഴുത്ത് നിൽക്കുമ്പോഴത്തേന് എന്നാ ആൻറ്റി ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ഇത് പറിച്ച് ഒന്ന് കടിക്കും, അവർ ദൂരോട്ട് കളയും. കാരണം ഇതിനൊരു വികാരവും ഇല്ല, മധുരവും ഇല്ല, പുളിയും ഇല്ല, ഒന്നുമില്ലാത്തത്. കാണുമ്പോൾ നല്ല നല്ല ചുമന്ന നല്ല കളറിലെ നല്ല മധുരമുള്ളയാന്ന് കരുതും. പക്ഷേങ്കിൽ ഇത് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടല്ലിത്. ഇത് പിള്ളേരൊക്കെ ആണേലും ഒന്ന് കടിച്ചിട്ട് അന്നേരം എടുത്ത് കളയും. ഇതിന് മധുരവും ഇല്ല, പുളിയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞു അനുസരിച്ചാണ് ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചത്. ഇത് ഷുഗറിന് വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. വെള്ളം തിളപ്പിക്കുമ്പോൾ ഇത് ഉണങ്ങിയതിട്ട് പിന്നെ 2-3 എണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുവാണെങ്കിൽ ഷുഗർ കുറയുമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ കുറച്ച് പേര് പറഞ്ഞു ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല, അത് ആവശ്യമില്ലാത്തതാ. എന്നാന്ന് വെച്ചാൽ കിഡ്നിക്കൊക്കെ പ്രശ്നം വരുന്നതായിരിക്കും. അതുകൊണ്ട് അത് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഇതിനെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. കണ്ടേ, കഴിഞ്ഞ കൊല്ലം പരിസ്ഥിതി ദിനത്തിൽ നട്ടയായത്. ഇപ്പം 1 കൊല്ലം കഴിഞ്ഞു. ആര്യവേപ്പ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന ഒരു മരമാണ് ഈ ആര്യവേപ്പ്. അതുപോലെ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ്. ഒരു വീട്ടിൽ 2 ആര്യവേപ്പെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ്. ഇതാണ് മുള്ളാത്ത. മുള്ളാത്തയ്ക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. ക്യാൻസറിനും ഷുഗറിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ മേളിൽ 2 കാ പിടിച്ച് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം കായ ഉണ്ടായിരുന്നു, അന്നേരം ഒന്നും വീഡിയോ എടുക്കാനും തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ അതിന് ഞാൻ ഇത് ഈ കുറച്ച് വലുതാകുമ്പോഴത്തേന് 2 മാസം വേണം ഇതൊന്ന് വിളഞ്ഞ് കിട്ടാനായിട്ട്. അതിന് മുമ്പേ തന്നെ ഇത് പറിച്ച് തോരൻ വെക്കും, നല്ല ഒന്നാം തരമാണ്. അപ്പോൾ ഈ മുള്ളാത്ത ക്യാൻസർ രോഗത്തിന് ഒത്തിരി പ്രതിവിധിയാണ്, നല്ല ഒരു ഔഷധ ഗുണമുള്ളതാണ്. ക്യാൻസറിനും പിന്നെ ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാം. ഇതാണ് പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ചിലർക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഇത് പറിച്ച് തോരൻ വെച്ച് കഴിക്കുക, അല്ലെ ചാറുകറി വെക്കുക. ഒന്നും കളയല്ലേ, നമ്മുടെ വീട്ടിലുള്ള വിഷമില്ലാത്ത നല്ല കായ്കളല്ലേ. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ മംഗോസ്റ്റിൻ്റെ ഏറ്റവും ആദ്യം വെച്ച ചെടി ഇതായിരുന്നു. അപ്പം ഇത്രയും വലിപ്പം വെച്ചു. ഇതിനകത്ത് പിള്ളേരൊക്കെ വന്ന് വലിഞ്ഞു കയറും. സാനിയ ഇതിൻ്റെ മെയിൻ ആളായിരുന്നു കേട്ടോ. സാനിയ ഇപ്പം നേഴ്സിങ്ങിന് പോയേക്കുവാണ്. 1-2 എണ്ണം തറയിൽ കിടന്നത് ഞാൻ പറക്കിയതാണ്. മിനിയാന്ന് പണിക്കാരനെ വെച്ച് എല്ലാം പറിച്ചെടുത്തതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ 2 ദിവസം ഇത് തറയിൽ കിടന്നിട്ട് നമ്മൾ 3-ാം ദിവസം പോയി എടുക്കുകയാണെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല.
വേണ്ടേ ആ കാണുന്നതാണ് ഞങ്ങളുടെ നാരകം. അത്യാവശ്യത്തിന് നമുക്ക് എപ്പം വേണേലും 2 എണ്ണം പറിച്ച് ആരെങ്കിലും വന്നാൽ ഒരു നാരങ്ങ വെള്ളം കൊടുക്കാനുള്ള നാരങ്ങ അതിനകത്തുനിന്ന് കിട്ടിയിരിക്കും. അതൊരു 10 കൊല്ലമായി ഇവിടെ വെച്ചിട്ട്. ഒരിക്കലും ഈ നാരകത്തിന് പഞ്ഞമില്ല. കാരണം എപ്പോഴും നാരങ്ങ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അവിടെ എല്ലാം ഇപ്പോഴും നിറച്ച് പിടിച്ചിട്ടുണ്ട്. 2 വർഷമായ ഇഞ്ചിയാണ് പറിക്കാതിട്ടേക്കുക. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഇഞ്ചിയാ. എപ്പോഴും ഇഞ്ചി വേണം. ഓരോ ദിവസവും ഏത് കറി വെക്കാനാണെങ്കിലും. കണ്ടോ, ഒരു തേങ്ങ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇത് പിന്നെ മല്ലിച്ചെപ്പ്. നമ്മൾ പോയി കടയിൽ നിന്ന് പോയി മല്ലിയില മേടിക്കാതെ ഇതിനകത്താണെങ്കിൽ ഒരു വളവും ഇല്ല, ഒന്നുമില്ല, പിന്നെ ഒരു കീടനാശിനിയും ഇല്ലാത്ത നല്ല നല്ല മല്ലിയുടെ മണമാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ സാമ്പാറിനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കുറേ നട്ടിട്ടുണ്ട്. കണ്ടോ, ഈ ഇഞ്ചിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒരെണ്ണം അങ്ങ് പറിച്ചേക്കാം. ഇതുണ്ടോ, അധികം ഇല്ല, ചുമന്ന ഇഞ്ചിയാണ്. ഈ ഇഞ്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒന്നും ഇല്ലത്. ഒരാൾ എനിക്ക് തന്നെയാണ് ഇത്. പിന്നെ നമ്മൾ ചായക്കൊക്കെ എടുക്കുമ്പോഴേ ഇച്ചിരി ഇഞ്ചി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റായത്. അങ്ങനെ ചുമന്ന ഇഞ്ചി നമ്മുടെ പറമ്പിലുണ്ട്. ഇത് വേറെ ഒരു മംഗോസ്റ്റിൻ്റെ തൈയാണ്. ഇപ്പം 2 കൊല്ലം ആകുന്നു. ഇനി ഒരു കൊല്ലം കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് കാ പിടിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല തഴച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് അവക്കാഡോ. അവക്കാഡോ ഇപ്പോൾ എങ്ങും കിട്ടാനില്ലെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 2 വർഷമായി. അടുത്ത വർഷം ഇതിനകത്ത് കാ പിടിക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് സ്ഥലം ഇവിടെ പിന്നെ വാങ്ങിച്ചു. ഈ കുറച്ച് പച്ചക്കറിയൊക്കെ നടാനായിട്ട് ഇവിടെ വാങ്ങിച്ചതാണ്. അങ്ങനെ ആദ്യം നട്ടത് ഇഞ്ചി തന്നെ വേണം. ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഫാക്ടറി പറമ്പിലും ഇഞ്ചിയുണ്ട്. പിന്നെ ഈയിടയ്ക്ക് അന്നേരം കിളുത്ത് വന്ന് ഇഞ്ചി വെച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവിടെ എല്ലാം പിന്നെ ഇത് മത്തങ്ങ അല്ല, കുമ്പളങ്ങ. ഇത് പറിക്കാറായതാണ്. ഒത്തിരി കുമ്പളങ്ങ പിടിച്ചിട്ടുണ്ട്. ഈ കുമ്പളങ്ങയെ ഒരു 2.5 കിലോയോളം ഉണ്ട്. ഇത് ഇച്ചിരി കൂടെ വിളയട്ടെന്ന് കരുതി കിടക്കുകയാണ്. ഞാൻ ഈയിടയ്ക്ക് ഈ കുമ്പളങ്ങ എന്നാത്തിനാണ്, ചിലപ്പോൾ തോരൻ വെക്കും, പിന്നെ മോര് കാച്ചുമ്പം നമ്മൾ ഇച്ചിരി എടുക്കും. അല്ലാതെ ഇത് വലിയ പ്രയോജനം ഇല്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പം പിന്നെ ഞാനൊന്ന് തോരൻ വെച്ച് നോക്കി. തോരൻ വെച്ച് കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എപ്പോഴും തോരൻ വെപ്പാ, പിന്നെ അതും മടുത്തു പോകും. കുമ്പളങ്ങ പിടിക്കാൻ തുടങ്ങിയ ഇഷ്ടം പോലാണ്. ഇപ്പം ഒരെണ്ണം കിടക്കുന്നു, വേണ്ട അവിടെ ഒന്ന് കിടക്കുന്നു. ഞാൻ മിനിയാന്ന് 25 കിലോ കുമ്പളങ്ങ കൊണ്ടുപോയി കൊടുത്തു. എനിക്ക് ഞാൻ വെച്ച ഒരു കരിമ്പിൻ്റെ ഒരു കഷ്ണം കിട്ടിയതാണ്. 2 മുളയുണ്ടായിരുന്നു. അതുകൊണ്ട് 2 എണ്ണം കിളുത്തിട്ടുണ്ട്. അടുത്ത കൊല്ലം ആകുമ്പോൾ നമുക്ക് ചിലപ്പം കരിമ്പ് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വാഴത്തോട്ടം. ഇവിടെ വീടിനടുത്ത് ചേർന്ന സ്ഥലമായതുകൊണ്ട് എന്നാ വേണേലും ഇവിടെ വെക്കാമല്ലോ. ഇതിപ്പോൾ എൻ്റെ നിർബന്ധത്തിനാണ് ഇവിടെ കുറച്ച് വാഴ വെച്ചത്. കണ്ടോ, എൻ്റെ ഒരു 60 വാഴ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഏത്തവാഴയാണ് കേട്ടോ. ഇത് 5-6 മുളക് തൈ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നല്ല പോലെ ഇഷ്ടം പോലെ മുളക് പിടിക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ കപ്പത്തോട്ടം. ഇതിനകത്ത് കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്. അത് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അത്യാവശ്യത്തിന് എളുപ്പം വന്ന് ഒരു മൂട് പറിച്ചെടുക്കാൻ പറ്റും. ഇനി അപ്പുറത്തുണ്ട് ഒരു ചേന വെച്ചിട്ടുണ്ട്. ഒരു 100 മൂട് ചേനയുണ്ട് അവിടെ. ഇതാണ് ഞങ്ങളുടെ ചേന കൃഷി. അപ്പോൾ റംബുട്ടാനിൽ തുടങ്ങി ഞാനിപ്പോൾ നിൽക്കുന്നത് ചേന കൃഷിയിലാണ്. അപ്പം നമ്മുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് നമ്മൾ പച്ചക്കറികളും ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നെ ഒരു തൈ നട്ട് അതിനെ പരിപാലിച്ച് കൊണ്ടുവന്ന് അതിനകത്തു നിന്നൊരു കായ എടുക്കുമ്പോഴേ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഞാൻ കുറേ വാഴയൊക്കെ നട്ട് ഓരോ ദിവസവും അതിനെ പോയി
നിന്ന് നോക്കി പരിപാലിച്ച് ഒരു കൊലയൊക്കെ അത് വെട്ടിക്കഴിയുമ്പോഴത്തേന് നമുക്ക് എന്തൊരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് എത്ര സ്ഥലമുണ്ടോ അത്രയും സ്ഥലത്ത് പച്ചക്കറികളും പിന്നെ മറ്റുള്ള കൃഷികളെല്ലാം ചെയ്യുക. എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ എനിക്ക് കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയും കൃഷിയിടങ്ങളും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കരുതുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഈ കൃഷി ചെയ്യുക എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കുള്ള സ്ഥലത്ത് കൃഷികൾ ചെയ്യുക. നിങ്ങളുടെ സ്ഥലത്ത് ഒരു തുള്ളി പോലും മണ്ണ് ചുമ്മാ കിടക്കരുത്. എല്ലായിടവും കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് പിന്നെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. കാരണം വിഷരഹിതമായിട്ടുള്ള എല്ലാ സാധനവും അല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ കൃഷികൾ ചെയ്യുക. നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും ഈ കൃഷി വിഭവങ്ങളും എല്ലാം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക മാക്സിമം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.